കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സദ്യയുടെ മറ്റൊരു സ്പെഷ്യലായ ഇഞ്ചി തൈര് അല്ലെങ്കിൽ ഇഞ്ചി പച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. രണ്ട് തരത്തിൽ ഇത് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. വളരെയധികം ഹെൽത്തിയാണിത്. നമ്മുടെ ദഹനത്തിനൊക്കെ സഹായിക്കുന്ന ഒരു കറിയാണിത്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഇഞ്ചിയുടെ ഉപകാരങ്ങളൊക്കെ നിങ്ങൾക്കറിയാലോ. അതിനായിട്ട് ഇളയ ഇഞ്ചി വേണം കേട്ടോ എടുക്കാൻ. എനിക്കൊരു അത്യാവശ്യം മൂത്ത ഇഞ്ചിയാണ് കിട്ടിയത്. അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് നമുക്കിത് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇളയതെടുക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ്, നല്ല ഫ്ലേവറൊക്കെ വരണം. നല്ല ഫ്രഷ് ആയതും കൂടി ആവട്ടെ. കൂടുതൽ മൂത്തത് ഉള്ളിലിങ്ങനെ ആരുള്ളതൊന്നും എടുക്കണ്ട കേട്ടോ. അതൊന്ന് കഴുകി വൃത്തിയാക്കി തോല് കളഞ്ഞെടുക്കുന്നുണ്ട്. കൂട്ടുകാരെ, ഈ സമയം എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്കിതൊന്ന് നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. കട്ടിംഗ് ബോർഡിൽ വെച്ച് റൗണ്ടായിട്ടൊക്കെ കട്ട് ചെയ്ത് പൊടി പൊടിയായിട്ടൊക്കെ അരിഞ്ഞെടുക്കാം കേട്ടോ. ഞാനിവിടെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചോപ്പറിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് വളരെ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം അല്ലേ. ഇഞ്ചിയുടെ തോലൊക്കെ കഴുകി ഒന്ന് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. കൂടുതൽ വെള്ളമൊന്നും വേണ്ട, വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേണം. എന്നിട്ട് ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് ചോപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാവർക്കും അറിയാലോ, ഇതിൽ ഇട്ട് കഴിഞ്ഞാൽ വളരെ നൈസായിട്ട് നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. കട്ടിംഗ് ബോർഡിൽ വെച്ച് നൈസായിട്ട് കൊത്തി കൊത്തി അരിഞ്ഞെടുക്കുന്നതും നല്ലതാണ് കേട്ടോ. ഞാനിവിടെ ഈസി ആയിട്ട് ചെയ്യാനാണ് ഇത് ചെയ്യുന്നത്. ചോപ്പറിൽ വെച്ച് അതൊന്ന് നൈസായിട്ട് അരിഞ്ഞു. നൈസായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ തിന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ആവശ്യമുള്ളത് എടുത്താൽ മതി. ഇനി വേണ്ടത് അതിലേക്ക് എരിവിന് കുറച്ച് മുളക് ചേർക്കാം. ഇഞ്ചിക്ക് എരിവുണ്ടാവും, എന്നാലും പച്ചമുളകും കൂടി ചേർക്കണം. 2 പച്ചമുളക് അത്യാവശ്യം എരിവുള്ളതാണ്. നൈസായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ തൈരൊക്കെ ചേർക്കുന്നത് കൊണ്ട് കുറച്ച് എരിവൊക്കെ ഉള്ളത് നല്ലതല്ലേ. ഇഞ്ചിൻ്റെ ഫ്ലേവറും പച്ചമുളകിൻ്റെ എരിവും ഒക്കെ വരുമ്പോഴാണിത് സൂപ്പറായിട്ടുണ്ടാവുക. പച്ചമുളക് നൈസായിട്ടൊന്ന് അരിഞ്ഞെടുത്തു. ഇനി നമുക്ക് കറിവേപ്പില അതേപോലെ തന്നെ നൈസായിട്ടൊന്ന് ഫ്രഷ് കറിവേപ്പില എടുത്തിട്ട് നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടി ഒരു പ്ലേറ്റിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. 2 തരത്തിൽ നമുക്കിത് ചെയ്യാം. ഒന്ന് അരിഞ്ഞിട്ടും ചെയ്യാം, പിന്നെ ഒന്ന് അരച്ചിട്ടും ഒക്കെ തയ്യാറാക്കി എടുക്കുന്നവരുണ്ട് കേട്ടോ. ഞാൻ ഈസി ആയിട്ട് ചെയ്യണ മെത്തേഡാണ് ഈ കാണിക്കുന്നത്. ഇനി നമുക്കൊരു ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള തൈര് എടുത്ത് വെക്കാം. തൈരിലെ കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം. പാകത്തിന് ഉപ്പ് ചേർക്കാം. നമ്മൾ ഇഞ്ചി മിക്സ് ചെയ്ത് വെച്ചപ്പോൾ അതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്. നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ. നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. കൂട്ടുകാരെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായം കൂടി പറയണേ. വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടിട്ട്. ഇനി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഇനി മറ്റൊരു രീതി എന്ന് പറയുന്നത് ഇഞ്ചിയും പച്ചമുളകൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു പാനിലിട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാനിത് കുറച്ച് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വഴറ്റിയതാണ്. ഇതെല്ലാം ഞാൻ ഫ്രഷായിട്ടാണ് ചേർത്തിട്ടുള്ളത്. ഇങ്ങനെ വേണമെങ്കിലും തൈരിലേക്ക് ചേർത്തിട്ട് ഇഞ്ചി പച്ചടി തയ്യാറാക്കാം. ഞാനിവിടെ ഫ്രഷ് ആയിട്ടുള്ളത് മാത്രമാണ് ഉടച്ച് വെച്ച തൈരിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഉപ്പൊക്കെ പാകുണ്ടോയെന്നൊക്കെ നോക്കണം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതെല്ലാം ഫ്ലേവറും അതിലേക്ക് വരട്ടെ. ഒരു 5 മിനിറ്റ് അങ്ങനെ ഇരിക്കണം. അപ്പോഴാണ് അതൊന്ന് ഇറങ്ങി വരിക എല്ലാം കൂടി. ഇഞ്ചി തൈര് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വേണമെങ്കിൽ നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. വേണമെങ്കിൽ മാത്രം മതി കേട്ടോ. അങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അപ്പോഴും സൂപ്പറാണ്. വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് കറിവേപ്പിലയിട്ട് വറ്റൽമുളക് ഇട്ട് മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് അടിപൊളി ഇഞ്ചി തൈര് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരുടെ അഭിപ്രായം പറയണേ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം കേട്ടോ.